as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guiding light. Fill our day with love so bright. Morning devotion, we come in. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പൗലോസ് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് രോഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ രോഗം ശരീരത്തിൽ ചുമന്ന് നടക്കും. എല്ലാവർക്കും അവരവരുടേതായ പ്രയാസങ്ങളെ കുറിച്ച് അവർക്ക് പറയാം. കാരണം ഇത് മനുഷ്യന്റെ ജീവിത സാഹചര്യം, ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റം, പ്രഷർ, ടെൻഷൻ, എങ്ങനെ ചെയ്യും, എങ്ങനെ എത്തിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം, ജീവിതകാര്യം, ചുറ്റുപാടുകൾ, മാത്രമല്ല സാമൂഹികമായ വെല്ലുവിളികൾ, മറ്റുള്ളവരുടെ ഒപ്പം എത്താനായിട്ടുള്ള ഓട്ടം. അതുകൊണ്ട് തന്നെ ഇന്ന് മനുഷ്യൻ ആകെ സമ്മർദ്ദത്തിനാണ്. പക്ഷെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ സമ്മർദ്ദത്തിൽ നിന്ന് വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കർത്താവിനെ കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. നിങ്ങൾ ചുറ്റുപാടുകളിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെ ഇന്നലത്തെ സംഭവത്തിൽ, നാളെ വരാനിരിക്കുന്ന സംഭവത്തിലൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. പക്ഷെ കർത്താവിലാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനേ വകയുള്ളൂ. കാരണം നിങ്ങൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങൾ കർത്താവിൽ സൗഖ്യം പ്രാപിച്ചിരിക്കുക, നിങ്ങൾ കർത്താവിൽ സമൃദ്ധിയിലാണ്, നിങ്ങൾ കർത്താവിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, കർത്താവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിഷാദത്തിലേക്കും ഭാരത്തിലേക്കും ആക്കി തീർക്കുന്ന സകല വിഷയങ്ങളും നിങ്ങൾ കർത്താവിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകും, എന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം വന്ന് കഴിഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനാണ് ഈ തിരിച്ചറിവുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.